5.55-ലും കുറയും, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയും. അടിപൊളി. അതായത് ന്യൂ ഷേപ്പിലുള്ള i20 പെട്രോള് 2023 വണ്ടി വെറും 5,85,000 രൂപയ്ക്ക് അല്ലേ? ഒരു ഫുൾ ഫിനാൻസ് ഇട്ട് 6.85 തന്നെ കൊടുക്കാം. 6.85 സെയിം റേറ്റ് ആണ്. ഓക്കെ, പെട്രോളിനും ഡീസലിനും സെയിം റേറ്റ് ആണ്. അടിപൊളി. 3.85 ഫുൾ ഫിനാൻസോട് കൂടി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ അതെല്ലാം ഗ്യാരണ്ടി അല്ലേ? ഒന്നുമില്ല. അടിപൊളി. 2,65,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. ഉറപ്പായിട്ടും കിട്ടും. 12 വണ്ടി ആകുമ്പോൾ മോശമില്ലാണ്ട് ഫിനാൻസ് കയറും. 2,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തോണ്ട് പോകാം. ഇതിന്റെ വില വന്നിട്ട് 6,25,000 രൂപ. അത് 16 മോഡൽ അല്ലേ? 16 മോഡൽ പ്രസ്സാണ് നിങ്ങൾക്ക് 6,25,000 രൂപയ്ക്ക് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില വന്നിട്ട് 7,15 ആണ്. നെഗോഷ്യബിൾ ആണ്. നമ്മള് ഒരു 6,95 വരെ മാക്സിമം ചെയ്ത് കൊടുക്കാം. 4,25. 4,25-ന് 13 വണ്ടി കൊടുക്കാം അല്ലേ? നെഗോഷ്യബിൾ ആവൂലേ? മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കാണിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വീഡിയോ കാറ്റഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വില കുറഞ്ഞത് എന്നുള്ളത് ഓഫ് കോഴ്സ് എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളതും എടുക്കാൻ ആഗ്രഹമുള്ളത് തന്നെയാണ്. പക്ഷേ അതിലുപരി നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾ യൂസ്ഡ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും പറയുന്നൊരു വിഷയമാണ് യൂസ്ഡ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പൊട്ട വണ്ടിയൊക്കെ ആയിരിക്കും, പൊട്ട വണ്ടികളൊക്കെ തന്ന് പറ്റുമെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നല്ല മോഡൽ കൂടിയ കിടിലൻ ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാർസിന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലൈ വീൽസിലാണോ. ഫ്ലൈ വീൽസ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും ജില്ലേൻ്റെ ഒരു ഇടയിലായിട്ടാണ്. തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹൈവേ സൈഡിൽ തന്നെയാണ്. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഗൂഗിൾ മാപ്പിൻ്റെ എല്ലാം ലിങ്കും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിലും കയറി നോക്കാം, അപ്ഡേഷന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇവർക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കാതെ പോകരുത്. ഇവിടെ വന്നെടുക്കണം എന്ന് ഒരാളോടും പറയില്ല. പക്ഷേ നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. നിങ്ങൾക്ക് പറ്റുന്നൊരു വണ്ടി ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. അപ്പോൾ ഇവരുടെ പുതിയ ഷോറൂമിലാണുള്ളത്. ഒരുപാട് വണ്ടികൾ ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ പുറമെ വേറെ 2 ഷോറൂം അവർക്ക് വേറെ ഉണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ 3 ഷോറൂമുള്ള ടീമാണ് കേട്ടോ. 3 ഷോറൂമിലായിട്ട് ഏകദേശം ഒരുപാടധികം ഒരു 100-150 വണ്ടികൾ ഇവരെടുത്തുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ എല്ലാ ഷോറൂമുകൾക്കും നമ്മൾ ലൈസൻസ് എടുക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും കോട്ടയം ജില്ലയിൽ ലൈസൻസും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു തരത്തിലുള്ള ഫ്രോഡ് പരിപാടികളും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ടീമേ അല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞു ഒരുപാട് സമയം പോകുന്നുണ്ട്. കുറേ വണ്ടികൾ കാണിക്കാണ്ട് ഇന്ന് പുതിയൊരാളാണ് നമ്മളോട് വീഡിയോയിൽ നിൽക്കുന്നത്. എല്ലാ ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം. ഫുൾ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്തോളാം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്നാലും നമ്മുടെ ഫ്ലൈ വീൽ യൂസ്ഡ് കാർസിൽ ഇത്തവണ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് എന്താണ് പേരെന്ന് പറഞ്ഞോളൂ. ലിൻഡ. അപ്പോൾ എന്നാലും നമ്മളോട് ആദ്യമായിട്ടൊരു വീഡിയോയിൽ നിൽക്കുന്നതാണ് അല്ലേ? എങ്ങനെയുണ്ട് വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ? അടിപൊളിയാണോ? കിടിലൻ വണ്ടികളെ കൊടുക്കുള്ളൂ നമ്മൾ? അടിപൊളി. അതായത് ഈ കിടക്കുന്നൊക്കെ നോക്കിക്കോട്ടെ. ഇവരുടെ പുതിയ ഷോറൂമിൽ നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ ഷോറൂമിലെ നമ്മൾ അപ്പുറത്തെ ഷോറൂമിനെ കുറച്ച് വണ്ടികൾ ഒരുമിച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും മാക്സിമം വില കുറച്ച് കൊടുക്കണേ. ആദ്യമായിട്ട് വീഡിയോ നിൽക്കുമ്പോൾ ഡിസ്കൗണ്ട് മറക്കാണ്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? നമ്മൾ ഈ ഭാഗത്തായിട്ട് നല്ല കിടിലൻ 2 പോളോ കൊടുക്കണം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? ഈ റെഡ് പോളോ ഇതേ നമ്മുടെ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പോളോ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണല്ലോ അല്ലേ? 2017 മോഡലാണ്. 17 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും പറയാനില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ ആണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 17 പെട്രോൾ 84,000 കിലോമീറ്റർ ഓടിയത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കാം. ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് 6.85 ആണ്. 6.85 നെഗോഷ്യബിൾ അല്ലേ? പിന്നെ മാക്സിമം ലോണും കയറില്ലേ? മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. 6 രൂപ സുഖമായിട്ട് കയറില്ലേ? ഉറപ്പായിട്ട് കയറും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പോളോ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും. ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണിക്കാൻ. അതുപോലെ തന്നെ എന്താ ഈ സിൽവർ ആണെങ്കിലോ? ഇത് 2018 മോഡലാണ്. 18 ആണ്. അടിപൊളി. 2018 സിൽവർ കളറിലുള്ള പോളോ ആണ് കേട്ടോ. ഇത് ഡീസലാണ്. ഡീസൽ അല്ലേ? ഡീസൽ. ഇത് വേരിയന്റോ? ഇതിന്റെ വേരിയന്റ് ഹൈലൈറ്റ് പ്ലസ്. ഓക്കെ, ഹൈലൈറ്റ് പ്ലസ് ആണ്. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? ഓക്കെ, ഇതിന്റെ ഈ ഫ്രണ്ട് നിന്ന് കാണിക്കാനാണ് കഷ്ടപ്പാട്. ഇത് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. അതെ അല്ലേ? 18 വണ്ടി, അതും ഡീസൽ 1.5 ലിറ്റർ നല്ല മൈലേജ് ഉള്ള പവർഫുൾ സാധനം അല്ലേ? എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഏകദേശം ഒരു ഫുൾ ഫിനാൻസ് ഇട്ട് 6.85 തന്നെ കൊടുക്കാം. 6.85 സെയിം റേറ്റ് ആണ്. ഓക്കെ, പെട്രോളിനും ഡീസലിനും സെയിം റേറ്റ് ആണ്. അടിപൊളി. 6.85 1 രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് മുടക്കണ്ട. ഫുൾ ഫിനാൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ബ്രിയോ ഏതാ മോഡല്? ഇത് 2013 പെട്രോൾ ആണ്. 13 പെട്രോൾ. ആ ബ്രിയോയിൽ പിന്നെ പെട്രോളേ ഉള്ളൂ. അത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 67,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. 13 67 ഓടിയിട്ടുള്ളൂ അല്ലേ? ഇത് വേറെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ഇതിന് യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 385 ആണ്. 3,85,000 രൂപയ്ക്ക്. അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതേ വേരിയന്റ് വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. അലവിലും കാര്യങ്ങളൊക്കെ വരൂലേ അല്ലേ? എല്ലാവിധ ഫീച്ചേഴ്സും വരും. നോക്കിക്കോ, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് സ്ത്രീകളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. CVT ആണ്. കേട്ടതൊന്നും ബാക്കോട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല അല്ലേ? അതെ. ഓക്കെ, 385 ഫുൾ ഫിനാൻസോട് കൂടി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ അതെല്ലാം ഗ്യാരണ്ടി അല്ലേ? ഒന്നുമില്ല. അടിപൊളി. അതുപോലെ തന്നെ ഈ i20 ആണെങ്കിലോ? i20 ആണെങ്കിൽ നമ്മൾ 585 ആണ് പറയുന്നത് റേറ്റ്. മോഡലോ? 2023 മോഡലാണ്. പുത്തൻ വണ്ടിയോ? പുത്തൻ വണ്ടിയാണ്. 23 വണ്ടിയോ? അതെ, 33 കിലോമീറ്റർ, 33,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. അല്ല, ഈ 23 മോഡൽ വണ്ടിക്കാണ് നിങ്ങൾ 585 വില പറയുന്നത്? ഇത് സ്പോർട്സ് അല്ല, മാഗ്നയാണ്. മാഗ്നയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്താ കുഴപ്പമുള്ള എല്ലാ ഏകദേശം ഓപ്ഷൻസ് ഒക്കെ സെയിം അല്ലേ? കാരണം മാക്സിമം ഇട്ട് കൊടുക്കും. അതാണ് 585ലും കുറയും, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയും. അടിപൊളി. അതായത് ന്യൂ ഷേപ്പിലുള്ള i20 പെട്രോള് 2023 വണ്ടി വെറും 5,85,000 രൂപയ്ക്ക് അല്ലേ? റേറ്റ് മാറിപ്പോയില്ലല്ലോ അല്ലേ? സെയിം റേറ്റ് ആണ്. 585 ഫുൾ ഫിനാൻസോട് കൂടി എടുക്കാം. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2016 മോഡൽ അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ലാസ്റ്റ് മോഡലൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. VXA അല്ലേ? VXA വണ്ടിയാണ്. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1,00,000 ആയിട്ടില്ല. ഒന്നിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കൊടുത്തൂടെ നമുക്ക്? ഒരു 61,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഇല്ല. ഓക്കെ, റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല, ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എന്തായാലും VXA വണ്ടി അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നതും 4.35. 4.35 എന്ന് പറയുമ്പോൾ 4,35,000 രൂപയ്ക്ക് നല്ല അടിപൊളി കണ്ടീഷനിൽ 2016 സ്വിഫ്റ്റ് VXA കൊടുക്കുക അല്ലേ? ഓക്കെ, എന്നാൽ ഈ രണ്ട് വണ്ടി നിങ്ങൾ നോക്കിക്കോ. ഇത് മുതലാട്ടോ. അതായത് പുത്തൻ i20 നിങ്ങൾക്ക് 585 ഇവിടെ അല്ലാണ്ട് അതും 23 വണ്ടി. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിന് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് ഗ്യാരണ്ടി അല്ലേ? ഹിസ്റ്ററിയും കൊടുക്കാം. അത് മുതലാട്ടോ. ഫിനാൻസ് ഫുൾ ഫിനാൻസ് പിന്നെ പറയണല്ലോ. എന്തായാലും ഈ രണ്ട് വണ്ടി നോക്കിക്കോളൂ, ക്വാളിറ്റിയുള്ള വണ്ടികൾ. അടുത്തടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പഴയ ഷേപ്പിലുള്ള ഒരു i20 കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് ലേശം പണിയൊക്കെ എടുത്ത വണ്ടിയാണ് അല്ലേ? അതായത് സെപ്പറേറ്റ് കുറച്ച് പണിയൊക്കെ എടുത്ത്, അതായത് പെയിന്റിംഗ് ഒക്കെ മാറ്റി ചെയ്ത വണ്ടിയാണ്. അലോയ് നല്ല അടിപൊളി ഒരു അലോയ് വീല് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2012 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഡീസലാണ് അല്ലേ? ഓക്കെ, അതായത് ഇത് സംഭവം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അലോയ് വീല് പെയിന്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ഓൾറെഡി ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. പിന്നെ കുറെ വണ്ടികളൊക്കെ ഇവിടെ ലോക്കാണ്, അതുകൊണ്ടാണ് പതി കാണിക്കാത്തത്. സിംഗിൾ ഓണർ വണ്ടിയാ അല്ലേ? ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഒരു കുറ്റം പറയാനില്ല. ഫുൾ കമ്പനി സർവീസ് കൊടുക്കുന്നത്. ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 85,000 കിലോമീറ്റർ. അതെ അല്ലേ? വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? അയ്യോ അല്ല, 160 ആണ് കിലോമീറ്റർ. 160? ഓക്കെ, കുറച്ച് ഓടിയിട്ടുണ്ടല്ലേ വണ്ടി? കുറച്ച് ഓടിയിട്ടുണ്ട്, പക്ഷേ കമ്പനി സർവീസും ഉണ്ട്. ഓക്കെ, അടിപൊളി. 160 ഓടിയിട്ടുണ്ട്, പക്ഷേ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ അല്ല, ഇതിന്റെ പ്രൈസ് എത്രയാ? പ്രൈസ് എത്ര വരുന്നത്? 2,65,000 രൂപ. ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. ഉറപ്പായിട്ടും കിട്ടും. 12 വണ്ടി ആകുമ്പോൾ മോശമില്ലാണ്ട് ഫിനാൻസ് കയറും. 2,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സ്വിഫ്റ്റ്, ഇതേതാ മോഡല്? ഇത് 2018 മോഡല്. 18 ആണ്. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. 18 ഡീസൽ അല്ലേ? അലോയിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, നല്ല വൃത്തിയുള്ള അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഈ കിലോമീറ്ററോ? 1,10,000 കിലോമീറ്റർ. 110 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയൊക്കെ കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ 1,00,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. അതെ അല്ലേ? പിന്നെ ഡീസലാണ്, നല്ല മൈലേജ് അല്ലേ? അതാണ് ഇതിന്റെ ഒരു മെച്ചം. അതെ. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഇല്ല. എന്താ വില? ഇതിന്റെ വില വന്നിട്ട് 6 രൂപയ്ക്ക് തരും. ഒരു 6 രൂപയ്ക്ക്. 6 18 മോഡൽ 6,50,000 രൂപയ്ക്ക് ഈ 18 മോഡൽ ഡീസൽ വണ്ടി കൊടുക്കാം. അടിപൊളി. 6,50,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് 18 മോഡൽ ഡീസൽ വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ചെക്ക് ചെയ്തോളൂ. ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സിറ്റി. ഇത് 2017 മോഡലാണ്. 17 മോഡൽ സിറ്റി അല്ലേ? അത്യാവശ്യം നല്ല വി ആണ്. നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി കാണാൻ? 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 63,000 കമ്പനി സർവീസ് ഉണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഓക്കെ, ബോഡി വൈസ് കുറേ വണ്ടികൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അയച്ചു കൊടുക്കാം. ഓക്കെ, ഫുൾ ഫിനാൻസ് ഇട്ട് നമ്മൾ 6,85,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. 6,85. അടിപൊളി. 6,85,000 രൂപയ്ക്ക് 1 രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ടാവും. ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ബ്രസ. ഇത് 2016 മോഡലാണ്. 16 ബ്രസ DDI ആണ്. DDI ഡീസൽ.
ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ അന്വേഷിച്ച് നടക്കുന്ന സാധനമാണ് ഈ VDI വണ്ടികളല്ലേ. കാരണം ഡീസൽ വണ്ടികൾ ഇപ്പോൾ മൈലേജ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ എല്ലാവരും നോക്കുന്നുണ്ട്. ഇത് 130 കമ്പനി സർവീസ് എല്ലാം അവൈലബിൾ ആണ്. ഈ 130 ഓടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതിന് എന്തിനു പറ്റുന്ന ഞാൻ ചോദിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഡീസൽ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടി അല്ലേ. ഒരു പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. വിലയോ? ഇതിന്റെ വില വന്നിട്ട് 6,25,000 രൂപ. അത് 16 മോഡൽ അല്ലേ. 16 മോഡൽ പ്രസ്സാണ് നിങ്ങൾക്ക് 6,25,000 രൂപയ്ക്ക് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു അമേസ് കിടക്കുന്നുണ്ട്. ഈ അമേസ് പെട്രോൾ ആണല്ലോ അല്ലേ? അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2013 മോഡൽ. 13 ആണ്. 13 വണ്ടിയാ അല്ലേ. 13 വണ്ടിയിൽ ഇതാ നോക്കിയോ, ഒരു കിടിലം മുതൽ ടയറും അലോവിയിലും ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. 73,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയത്. എത്ര? 73,000. പെട്രോൾ അല്ലേ? വണ്ടി പെട്രോൾ ആണ് അല്ലേ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നല്ല നീറ്റ് ആട്ടോ വണ്ടി. വേറെ അപാകതകളൊന്നും തന്നെ പറയാനില്ല. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇസ്റ്ററൊക്കെ കൊടുക്കാമല്ലോ അല്ലേ. വിലയോ? ഇത് 3,80,000. 3,85,000. 3,85,000 രൂപ. ഏതാ? 3,50,000 വരെ നമ്മളിത് കുറച്ച് കൊടുക്കും. 3.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ നമുക്ക് കൊടുക്കാം. ഫുൾ ഫിനാൻസ് കയറുമോ? ഫുൾ ഫിനാൻസ് ഇട്ട് തന്നെ കൊടുക്കും. മാക്സിമം കയറ്റി കൊടുക്കാം അല്ലേ. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈലാണ് ചെയ്ത് കൊടുത്തൂടെ? ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ മൈക്ര. ഇത് 2018 മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ്. 18 CVT അല്ലേ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 18 ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ CVT വേരിയന്റ് ആണ് വരിക. നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മോശമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. ഇത് 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ. സിംഗിൾ ഓണർ ആണ്. അടിപൊളി. അതായത് വെറും ലോ കിലോമീറ്റർ വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതെന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല. അതുപോലെ തന്നെ ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് 4 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഫുൾ ഫിനാൻസ് ഇട്ടു. 4 ലക്ഷം രൂപ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കൂല നമ്മള്? എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതെ. മാക്സിമം കുറച്ച് തരും കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കോളൂ. നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത്. കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഇന്നോവ ആണെങ്കിലോ? ഇതേതാ മോഡല്? ഇത് 2012 മോഡൽ ഇന്നോവയാണ്. 12 ആണല്ലേ. കിലോമീറ്റർ ഒക്കെയോ? ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 1,70,75,000 കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ അതിൻ്റെ അകത്ത് വേറെ കേസ് ഉണ്ട്. അലവിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ V ആണ്. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ അല്ലേ. പിന്നെ വേറെ അപാകത ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ. ആണോ ഇത്? കേരള വണ്ടി തന്നെയാണ്. കേരള വണ്ടി തന്നെയാണ് അല്ലേ. അടിപൊളി കേട്ടോ. നല്ല നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ളൊരു വണ്ടി. അലവിലൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ V ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില വന്നിട്ട് 7,15 ആണ്. നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഒരു 6,95 വരെ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 6,95 റേഞ്ചിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. മാക്സിമം ലോൺ കയറുന്ന കയറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2015 മോഡലാണ്. 15. ഇന്നോവ G4 ആണ്. 8 സ്വിഫ്റ്റ് വണ്ടിയാണ്. 8 സീറ്റ് ആണല്ലേ. പിന്നെ സീറ്റ് കവറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് HR ആണ് അല്ലേ. അതായത് ഇത് പക്ഷേ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ 15 കിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 1.85 ഓടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതിന്റെ HR ഡെലിവറി പറഞ്ഞാൽ 7ാം മാസം 15ാം വർഷം ഇറങ്ങിയ വണ്ടിയല്ലേ. ഈ സൈഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ഇവിടെ തുറന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ. ഇതാട്ടോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അല്ലേ. ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതിന്റെ വില ഒരു 6.85. 6.85. അത് പേപ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണോ? അതെ. പേപ്പർ ആക്കിയിട്ടുള്ള വിലയാണോ? സോറി, 8.85 ആട്ടോ. അതാ ഞാൻ ചോദിച്ചത്. 8,85,000 രൂപയ്ക്ക് 15 വണ്ടി കൊടുക്കാം പേപ്പർ ആക്കിയിട്ട് അല്ലേ. കേരള വണ്ടി ആക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ. കേരള വണ്ടിയാണിത്. കേരള വണ്ടി ആക്കി ഓൾറെഡി ആക്കി. ഓൾറെഡി പേപ്പർ ആക്കിയില്ലേ. ഞാൻ ഈ HR കണ്ടോണ്ടാണ് ചോദിച്ചത്. ഓക്കെ. 8.85 അല്ലേ. ഓക്കെ. മാക്സിമം നെഗോഷ്യബിൾ ആക്കി കൊടുക്കണേ. പിന്നെ ഈ വെള്ള വണ്ടിയാണെങ്കിലോ? ഇത് മോഡൽ ഏതാ? ഇത് 2016 ആണ്. ഇന്നോവ G4 തന്നെ. G4. ഇത് കിലോമീറ്റർ ഒക്കെയോ? ഇത് 1.72. 1.72 ഓടിയിട്ടുണ്ട്. 16 വണ്ടി കേട്ടോ. പക്ഷെ ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഒന്നുകൂടി വൃത്തിയാക്കാനുണ്ടല്ലേ. അതെ. അപാകത എന്തെങ്കിലും ഉണ്ടോ? മാക്സിമം മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ക്ലീൻ വണ്ടി. ഇത് നമ്മൾ 9 രൂപയാണ് പറയുന്നത്. പക്ഷെ ഒരു 8.75 വരെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കയറില്ലേ. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഒന്ന് പോളിഷൊക്കെ ചെയ്ത് കുറച്ച് പൊടി ഉണ്ടെന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും 16 മോഡൽ ഉണ്ട്. 8.75 റേഞ്ചിൽ കൊടുക്കാം അല്ലേ. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 ഒറിജിനൽ കേരള ഇന്നോവയാണ്. 12 ഒറിജിനൽ കേരള. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. G4 ആണ്. G4 ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ?
ഇതിന് കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷോറൂമിൽ ഹിസ്റ്ററി എടുക്കുക, ചെക്ക് ചെയ്യുക അല്ലേ? കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 1,60,000 റേഞ്ച് അല്ലേ? അത് അത്രയെങ്കിലും ഓടും എന്തായാലും. ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വിലയും കൂടി പറ. ഇതിന്റെ വില വന്നിട്ട് എത്ര ഉണ്ട്? ഇതിന്റെ വില ഏകദേശം ഒരു 7,500,000 രൂപയ്ക്ക്. 7,50,000 രൂപ. 2012 ഒറിജിനൽ കേരള വണ്ടി. 7,5 ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. അത് നെഗോഷ്യബിൾ ആവൂലേ? എല്ലായിടത്തും 7,85 ഒക്കെയാണ് ചോദിക്കുന്നത്, പക്ഷെ നമ്മളിതിപ്പോ 7,500 രൂപയ്ക്കാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്തോട്ടെ അല്ലേ? ഞാൻ ഇതിനകത്ത് എഴുതിയേക്കുന്ന വിലയ്ക്ക് ഒന്നും അല്ല പറയുന്നത്, അത് കാരണമാണ് കുറച്ച് കൺഫ്യൂഷൻസ്. അത് കുഴപ്പമില്ല, നിങ്ങൾ പറയുന്ന വിലയായിരിക്കും ഫിക്സഡ് വില. കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വരുന്നവർക്ക് നമ്മളത് കുറച്ച് കൊടുത്തിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഇതാണെങ്കിലോ എർട്ടിക, ഇതേതാ മോഡല്? എർട്ടിക 2015 നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ZDI ആണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഡീസലിൽ ഫുൾ ഓപ്ഷൻ വണ്ടി, സെക്കൻഡ് ഓണർ അല്ലേ? ZD പ്ലസ് ആണ് കേട്ടോ. പ്ലസ് ഉണ്ട്, അപ്പൊ ബട്ടൺ ഷാട്ടും ഉണ്ടാവും. 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,32 ജെനുവിൻ ആണല്ലോ അല്ലേ? അതെ, ജെനുവിൻ ആണ്. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. പിന്നെ അപാകതകൾ, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കൊടുക്കാം. നമ്മള് ഇപ്പൊ ചോദിക്കുന്ന വില 5,50 ആണ്. 5,500 ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് എർട്ടിക കൊടുക്കാം. 15 വണ്ടി, 7 സീറ്റർ വണ്ടിയാണ് ആലോചിക്കണം, അതും ഡീസല്. അതുപോലെ തന്നെ അവിടെ സെയിം സാധനം ഓർഡർ ഉണ്ടല്ലോ. ഇതോ? ഇത് വന്നിട്ട് 2016 മോഡലാണ്, ഡീസൽ. 16 ഡീസൽ തന്നെയാണ്. ഇത് VDI ആണ്. 10 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതേപോലെ കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഹിസ്റ്ററി കൊടുക്കാലോ അല്ലേ? വിലയോ? ഇതിന്റെ വില 6,35. നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? 6,35,000 രൂപ നിങ്ങൾക്ക് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. അല്ല, അത് കൊടുക്കണം, കൊടുത്തേ പറ്റൂ. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? കുറച്ച് പഴയ ഷേപ്പ് ആണ്. 2013 മോഡൽ വണ്ടിയാണ്. 13 അല്ലേ? ഓക്കെ, ഈ കാണുന്ന രണ്ടെണ്ണം ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് പഴയ ഷേപ്പ് അല്ലേ? 13 ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 2013 VDI ആണ്, ഡീസൽ വണ്ടി. ഇത് തേർഡ് ഓണർ ആണ്. കിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് ഏകദേശം 1,60 സംതിങ്, ഏകദേശം എനിക്ക് അറിയില്ല, കുറച്ചായി ഇപ്പൊ വന്നിട്ടുള്ളൂ അല്ലേ? ഓക്കെ, വിളിക്കാനൊന്ന് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്താൽ എന്തായാലും ഒന്നും ചില്ലറ ഓടിയിട്ടുണ്ടാവും അല്ലേ? ഡീസൽ വണ്ടി അല്ലേ? അതും 13 അല്ലേ? പ്രൈസ് 4,25. 4,25 13 വണ്ടി കൊടുക്കാം അല്ലേ? നെഗോഷ്യബിൾ ആവൂലേ? മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു i20 എടുക്കണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇതേതാ മോഡല്? ഇത് 2017 മോഡല്. 2019 മോഡല്. 19 പെട്രോൾ അല്ലേ? ഇത് പെട്രോളാണ്. 2019 മോഡൽ പെട്രോൾ വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ആണ്. ഇത് വേരിയന്റ് സ്പോർട്സോ മാഗ്നയോ? അതേപോലെ സിംഗിൾ ഓണർ ആണ്. മാഗ്നയാ? ഇത് മാഗ്ന അല്ലേ? ഇത് മാഗ്ന തന്നെ. മാഗ്ന അല്ലേ? VT പെട്രോൾ തന്നെയാണെന്നുള്ളത്. ഓക്കെ, മാഗ്ന വേരിയന്റിലുള്ള നല്ല വൃത്തിയുള്ളൊരു i20 ആണ്. ഇത് നമ്മൾ 5,65,000 രൂപയ്ക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. 5,65 അതെന്ത് പരിപാടി ഞങ്ങൾ കാണിക്കുന്നത്? വെറും 29,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്രേ ഉള്ളൂ. അതായത് വണ്ടിയാണ് നമ്മൾ ന്യൂ ഷേപ്പ് വണ്ടിക്ക് 5,85 ഈ ഷേപ്പ് വണ്ടിക്ക് 5,65 അല്ലേ? 5,65 അല്ലേ പറഞ്ഞത്? 5,65. ഓക്കെ, അത് വേറെ കേസ് പറഞ്ഞുതരാം. പിന്നെ ഈ ഷേപ്പിനേക്കാൾ കൂടുതൽ ഇപ്പൊ നിലവിൽ ആൾക്കാർക്ക് എൻക്വയറി ഉള്ളത് ഈ ഒരു ഷേപ്പാണ് അല്ല? വണ്ടി പുതിയ വണ്ടിനേക്കാളും കൂടുതൽ എൻക്വയറി ഉള്ളത് ആൾക്കാർക്ക് എടുക്കാൻ താല്പര്യമുള്ളത് ഈ ഒരു ഷേപ്പാണ്. അപ്പൊ എന്തായാലും പ്രൈസിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത കാരണം ആൾക്കാരുടെ ചോയ്സ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, 5,85 അല്ല പറഞ്ഞേ? അതെ. ഓക്കെ, ഇനി ഇവിടെ ഒരു ടാക്സിയുടെ അടുപ്പുണ്ട്, ഇത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2019 മോഡലാണ്. 19 അല്ലേ? അത് മറ്റേ ടൂർ ആയിരിക്കും അല്ലേ? ടൂർ വേരിയന്റ് അല്ലേ ഇത്? അതെ അതെ അതെ. ടാക്സി വണ്ടി വരുമ്പോൾ അങ്ങനെയാ വരിക. ഇത് പെട്രോൾ അല്ലേ? ഇത് ഡീസലാണ്. ഡീസലാണ്, അടിപൊളി. 19 ഡീസൽ വണ്ടിയാ കേട്ടോ. മോഡൽ കൂടിയ ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ വരുന്നത് 1,45 ആണ്. എത്ര? 1,45. ടാക്സി വണ്ടി പിന്നെ ഓടാണ്ടിരിക്കില്ലല്ലോ അല്ലേ? ഇത് അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒരു അപാകതയില്ല. കറക്റ്റ് സർവീസ്. ഇത് 4,85 നമ്മൾ ഫുൾ ഫിനാൻസ് ഇട്ടു. 19 വണ്ടിയാ? അടിപൊളി. ഫുൾ ഫിനാൻസോട് കൂടിയിട്ട് 2019 മോഡൽ വണ്ടി നിങ്ങൾക്ക് 4,85,000 രൂപ. ഇതിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സിന്ന് മാറ്റിയിട്ട് പ്രൈവറ്റ് ആക്കണേ ആക്കുകയും ചെയ്യാം അല്ലേ? ടാക്സി വണ്ടികൾക്ക് വേണ്ടി നമുക്ക് അപ്പുറം ഒരു ഷോറൂം ഉണ്ട്, സ്ഥലമില്ലാത്ത കാരണം മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ട്. അത് ഓൾറെഡി ഞാൻ കാണിച്ചോ വീഡിയോ? നമ്മുടെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോട്ടെ, നിങ്ങൾ മിസ് ചെയ്യണ്ട. നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഷോറൂമിൽ കുറച്ച് ചെറുവണ്ടികളും കൂടി ഇവിടെ കിടപ്പുണ്ട്. അതായത് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികളുണ്ട് അല്ലേ?
ഇത് കൂടി കാണിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ വേഗം അപ്പുറം ഷോറൂമിലേക്കും പോകണല്ലേ? ഓക്കെ, എന്നാലും പറഞ്ഞോ, ഇതേതാ മോഡൽ? ആൾട്ടോ ഇത് 2022 മോഡലാണ്. 22 മോഡൽ LXi ആണ്. LXi 22 സിംഗിൾ ഓണർ പുത്തൻ വണ്ടി അല്ലേ? ഇത് കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയല്ലേ? ശരി, ഇതിപ്പോ നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ്. വിലയോ? ഇതിന്റെ വില വന്നിട്ട് 3,65,000 രൂപയാണ്. 3,65,000. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3.5 സുഖമായിട്ട് ലോണും കയറില്ലേ? അതെ, ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങി കൊണ്ടുപോകാം അല്ലേ? ഫുൾ ലോണിൽ കയറി തന്നെ നമ്മൾ പ്രൊഫൈലൊക്കെ പക്കാണെങ്കിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു അൾട്ടോ വേണമെങ്കിൽ നോക്കിക്കോളൂ, ക്വാളിറ്റി ഉള്ള വണ്ടി. സെയിം സാധനം ഓർമ്മ ഇതാണെങ്കിലോ? ഇത് 2020 മോഡലാണ്. 20 ആണ്. LXi തന്നെ പെട്രോൾ. LXi പെട്രോൾ അല്ലേ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? ഇത് വന്ന് 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയല്ല അല്ലേ? റീപ്ലേസ് ഒന്നും ചോദിക്കണ്ടല്ലോ അല്ലേ? നമ്മൾ 2,400 രൂപയ്ക്ക് കൊടുക്കും. ഒരു റീപ്ലേസും ഇല്ല. ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ, 2,25,000 രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഫുൾ ഫിനാൻസ് ഇട്ട്. അതായത് 2020 മോഡലാണ് ആലോചിക്കണം അല്ലേ? 20 വണ്ടിയാണ് 2,400 കൊടുക്കുന്നത്. 22 വണ്ടി വേറെ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇത് ഫുൾ ഫിനാൻസ് ഉറപ്പായിട്ടും കയറും. സ്വിഫ്റ്റ് ഏതാ മോഡല്? എല്ലാം നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കും. അതാണ്. ഇതേതാ മോഡല്? ഇത് 2015 മോഡല്. 15 ആണ്. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. 15 എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം ഒരു 68,000 അത്ര ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാ അല്ലേ? അതായത് 15 സർവീസ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. നല്ല വൃത്തിയുള്ള ഒരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. സ്വിഫ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി വേണമെങ്കിൽ നോക്കിക്കോ. എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇതിന്റെ വില 4 രൂപയാണ്. 4 ലക്ഷം രൂപ. 15 മോഡല് 4.5. 4,50,000 രൂപ. നെഗോഷ്യബിൾ ആവൂലേ? കുറച്ച് കൊടുക്കാം. എന്ത് ചോദിക്കാനല്ലേ? മാക്സിമം കുറച്ച് കൊടുത്താൽ മതി. ഇനി ഇതോ? ഇത് 2018 ZXi. ZXi എന്ന് പറയുമ്പോൾ പെട്രോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ZXi പ്ലസ് ആണ് കേട്ടോ. ഇത് ബട്ടൺ ഷോട്ട് അടക്കമുണ്ട്. പിന്നെ കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 93,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. അതൊക്കെ ഏകദേശം ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? കാരണം പുതിയ വണ്ടിയാണ്. അപാകതയൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. 5.85 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. അതായത് 2019 പറഞ്ഞേ, 19 ഫുൾ ഓപ്ഷൻ വണ്ടി 5.85 കിടിലൻ വണ്ടി. വേറെ അപാകതയൊന്നുമില്ലല്ലോ? ഒരു അപാകതയും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ i20 എടുക്കണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇത് 2017 മോഡൽ. 17 ആണല്ലേ? സിംഗിൾ ഓണറാ? സ്പോർട്സ് ആണ്. സിംഗിൾ ഓണറാ? ഇത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണറാ? ഓക്കെ, അപ്പോൾ അത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, 72,000 കിലോമീറ്റർ ഉള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അതെ അതെ, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, എന്നാലും 17 സ്പോർട്സ് വണ്ടി എന്ത് വിലയ്ക്ക് കൊടുക്കും? ഇതിന്റെ വില 4.65. 4.65. ഫുൾ ഫിനാൻസും കയറും അല്ലേ? ഒരു പോലും മുടക്കാണ്ട് 4.65 നമ്മൾ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. അതായത് i20 ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇതോ? ഇത് 2011 മോഡല്. 11? ഇത് 11 വണ്ടിയാ? അടിപൊളി. ഡീസൽ വണ്ടി. 11 ഡീസൽ വണ്ടി കേട്ടോ. VDI ആണ് കേട്ടോ. നല്ല നീറ്റാണെന്ന് പറഞ്ഞാൽ നല്ല നീറ്റാണ്. ഒരു അപാധയും പറയാനില്ല. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1,00,000 സംതിങ് എന്തായാലും ഓടിയിട്ടുണ്ടാവും അല്ലേ? 11 VDI അല്ലേ? അപ്പോൾ എന്തായാലും ഓടും. നല്ല ഡീസൽ, നല്ല മൈലേജ് ഉള്ള വണ്ടി. പിന്നെ ഡീസൽ VDI അത്യാവശ്യം ഒരു 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടുമല്ലോ. എന്ത് വിലയുണ്ട്? ഇതിന്റെ വില വന്നിട്ട് 2.85 ആണ്. 2.85. അതായത് ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടിയാണ്. 2,85,000 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള ഒരു വണ്ടി കൊണ്ടുപോകും. അത് ലോ കിലോമീറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കാരണം ഹിസ്റ്ററി ഒക്കെ മാക്സിമം കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതാ ഒരു ഡിസൈറും കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലോ? ഇത് 2017 മോഡലാണ്. 17 ഡിസൈർ ഫസ്റ്റ് വണ്ടി. കിലോമീറ്ററോ? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? അതെ. ഇത് ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാ അല്ലേ? അതെ, ഇത് ഡീസൽ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാ കേട്ടോ. പിന്നെ സർവീസും ഉണ്ട്. ഇതിന്റെ അകത്താണെങ്കിലും സീറ്റും എല്ലാം വളരെ ക്ലീനും ഭയങ്കര നീറ്റും ആണ്. അതെ അതെ അതെ. പിന്നെ ഡീസൽ വണ്ടിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, മൈലേജിന്റെ രാജാവാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 5.85 ആണ്. 5.85 കൊടുക്കാം അല്ലേ? ഓക്കെ, ഡീസൽ വണ്ടി 17 മോഡൽ ഒന്ന് ഓടിയത്, അത് കറക്റ്റ് സർവീസോട് കൂടിയിട്ട് നിങ്ങൾക്ക് 5.85 വരും. നെഗോഷ്യബിൾ ആവൂലേ? അതെ, കുറച്ച് കൊടുക്കൂലേ? അത് കേട്ടാൽ മതി. ഇതോ? ഇത് 2017 ആണ്. LXi ആണ്. 17 ബേസ് വണ്ടി അല്ലേ? ഇതും അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. LXi പെട്രോൾ വണ്ടിയാകുമ്പോൾ പിന്നെ മോശമല്ലാന്നൊരു മൈലേജ് എന്തായാലും കിട്ടും. ഇത് ആകെ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 17 മോഡൽ വണ്ടി. അതിന്റെ വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില 4.4. 4,25,000 രൂപയ്ക്ക് 2017 വണ്ടി കിട്ടും അല്ലേ? 4.4 പക്ഷെ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നെഗോസിയേഷന്റെ കാര്യം ഞാൻ പറയില്ല, നിങ്ങൾ കൊടുക്കുന്ന കാര്യം എനിക്കറിയാം. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 മോഡല്. 12 ആണ്. 12 നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. DXi ഫുൾ ഓപ്ഷൻ വണ്ടി. 12 മോഡൽ സിംഗിൾ ഓണർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് ഏകദേശം ഒരു
53,000 അത്രയൊക്കെ ഓടിയിട്ടുള്ളൂ. ഓ വളരെ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. വിലയോ? 65 265 165 ആണ് ഇപ്പൊ കൊണ്ടുപോയി. 265 2,60,000 നീ എന്നെ കൂടി തെറ്റിക്കുകയാണല്ലോ. 2,60,65,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഫുൾ ഓപ്ഷൻ VXi സിംഗിൾ ഓണർ ക്വാളിറ്റി ഉള്ള വണ്ടി, ലോ കിലോമീറ്റർ വണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കൂടി ഞാൻ കാണിച്ചു കൊടുക്കാം അല്ലേ? അതായത് ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടിയല്ല, ഇവിടെ നിന്നുള്ള ലാസ്റ്റ് വണ്ടി. ഇത് 2018 മോഡൽ വണ്ടിയാണ്. ഇത് CNG വണ്ടിയാണ്. 18 CNG, അടിപൊളി. അതായത് 30 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി വേണമെങ്കിൽ ഇത് എടുക്കണം അല്ലേ? VXi അല്ലേ? VXi ആണ് ഫുൾ ഓപ്ഷൻ. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അടിപൊളി. വെറും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണല്ലോ 4 രൂപയേ ഉള്ളൂ. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് 18 വണ്ടി ഫുൾ ഫിനാൻസോട് ഫുൾ ഫിനാൻസ് ഇട്ട് CNG വണ്ടി. CNG ആരെങ്കിലും വേണേ നോക്കിക്കോട്ടെ. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ കഥ പറഞ്ഞ് ഒരുപാട് സമയമായി. നമുക്ക് വേഗം അപ്പുറം ഷോറൂമിലേക്ക് പോയാലോ? അവിടത്തെ കൂടി ഡീറ്റെയിൽ കാണിച്ചിട്ട് പോരാ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഈ സ്വിഫ്റ്റ് തുടങ്ങിയാലോ? ഇതിപ്പോൾ ഏതാ മോഡലൊക്കെ? ഇത് 2015 LXi ആണ്. 15 LXi ബേസ് അല്ലേ? ബേസ് ആണ്. ഓക്കെ, 15 മോഡലാണ്, LXi ആണ്. എന്തൊക്കെ പറഞ്ഞാലും മോഡൽ കൂടിയ വണ്ടിയാണ്. പിന്നെ പെട്രോൾ ആണല്ലോ അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇത് 72,000 കിലോമീറ്റർ. 72,000. വണ്ടി ഓവറോൾ നല്ല നീറ്റ് ആട്ടോ. വണ്ടി ഒരു കുറ്റവും പറയാനില്ല. ഈ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സാധനം ചെയ്തതായിരിക്കും അല്ലേ? അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോയും ഉണ്ട്. അതെ അതെ. ഇത് വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഇല്ല, ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നുമില്ല അല്ലേ? പിന്നെ ഫ്ലഡിന്റെ കാര്യം നമ്മൾ പറയണ്ട, കാരണം അത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണല്ലോ. കാരണം ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലേ? അതാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ജെനുവിൻ ആയിട്ട്. വില എത്ര വരുന്നുണ്ട്? ഇതിന്റെ വില വന്നിട്ട് 3.25 ആണ്. പക്ഷെ 3.60 വരെ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഫുൾ ഫിനാൻസ് ചെയ്യാം അല്ലേ? അത് പ്രൊഫൈൽ ഉള്ളവർക്ക് മാത്രം. പ്രത്യേകം ഒന്നുകൂടി പറഞ്ഞു, നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് മാത്രം ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ളൊരു സ്വിഫ്റ്റ് വേണ്ടവർ നോക്കിക്കോളൂ. 1 രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കാണ്ട് ഫുൾ ലോണിൽ ഇത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ അടുത്തത് എല്ലാവരുടെയും ജനപ്രിയ വാഹനം അല്ലേ, പോളോ. ഏതാ മോഡല്? ഇത് 2016 ഡീസൽ മോഡലാണ്. 16 ഡീസൽ ഫുൾ ഓപ്ഷൻ ആണല്ലേ? അതെ, ഇത് ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ പ്ലസ് ആണ്. അതായത് A to Z ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. അത് മാത്രമല്ല ഡീസൽ 1.5 ആയതുകൊണ്ട് തന്നെ നല്ല പവർ അല്ലേ? ഇതിന്റെ അകത്തും ഭയങ്കര നീറ്റ് ആണ്. അതുപോലെ പുറവും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതെ, അതായത് ഒരുവിധം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ്. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ല. ഇത് കിലോമീറ്റർ 72,222 ഇതിനകത്ത് കാണിക്കുന്നത് അല്ലേ? ജെനുവിൻ ആയിരിക്കോ? ജെനുവിൻ ആണ്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? നീറ്റ് വണ്ടി. ഇതിന്റെ വില വന്നിട്ട് 4.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 4.5 ഫുൾ ഫിനാൻസ് ഇട്ട് ഫുൾ ഫിനാൻസ് ചെയ്യാം അല്ലേ? പ്രൊഫൈൽ ഉള്ളവർക്ക്. അടിപൊളി. 4.5 ലക്ഷം രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് 2016 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, അതും ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ജെനുവിൻ വണ്ടി. അടിപൊളി. ഫുൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ പ്രൊഫൈൽ പക്കയാക്കിയിട്ട് വരണം അല്ലേ? അതെന്തെങ്കിലേ തരുള്ളൂ. ഓക്കെ, ഇനി ഇതാണെങ്കിലോ i20? i20 2016 പെട്രോൾ ആണ്. 16 പെട്രോൾ അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെയോ? ഇതിന്റെ കിലോമീറ്റർ 72,000 കിലോമീറ്റർ ആണ്. 72,000 തന്നെ ഓടിയുള്ളൂ അല്ലേ? അത് പെട്രോൾ വണ്ടിയാണ്. പിന്നെ കംപ്ലൈൻസിന്റെ കാര്യം പറയേണ്ട ഒരു ആവശ്യമില്ല, ഉണ്ടാവില്ല. സ്പോർട്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ഇതിനകത്ത് അലവിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറേ പേര് ഇന്റീരിയർ കാണിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടാണ് ഇന്റീരിയറൊക്കെ മാക്സിമം കാണിക്കുന്നത്. ആൻഡ്രോയിഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്താ അല്ലേ? ഇതിപ്പോ വിലയാണെങ്കിലോ? ഇത് 4.25 ആണ് നമ്മൾ ചോദിക്കുന്ന വില. 4,75,000 രൂപ. നെഗോഷ്യബിൾ ആവൂലേ? കുറച്ച് കൊടുക്കാം. കുറച്ച് കൂടുതലൊന്നുമല്ല. വണ്ടിയുടെ അകത്തും അത്ര നീറ്റ്നെസ്സും കാര്യങ്ങളും സെറ്റും ഒക്കെ കേട്ടിട്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഫിനാൻസ് ഫുൾ ഫിനാൻസ് തന്നെ കയറൂലേ? ഫുൾ ഫിനാൻസ് ഓൾമോസ്റ്റ് അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ അമേസ് ആണ്. അമേസ് ഫസ്റ്റ് തന്നെ കാണിച്ചാൽ 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. ഇത് മോഡൽ ഏതാ? ഇത് 2019 മോഡലാണ്. ഡീസൽ ആണ്. മോഡൽ ഏതാ? 2019. ഓ, 19 വണ്ടിയാ അല്ലേ? 19 ഡീസലാണ് കേട്ടോ. മെയിനായിട്ട് പറയേണ്ടത് ഈ ഡീസൽ വണ്ടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 കിലോമീറ്റർ മൈലേജ് അല്ലേ? വേറെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? പുറമെ വണ്ടികളൊക്കെ പോകുന്ന ഒരു സൗണ്ട് ഉണ്ടാവും, ദയവായി ക്ഷമിക്കുക. പിന്നെ ഇത് ഇന്റീരിയർ, ഇത് എസ് അല്ലേ വേരിയന്റ്? എസ് വേരിയന്റ് വണ്ടിയാട്ടോ. ഒരു മിഡിൽ ഓപ്ഷൻ സാധനമാണ്. കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ? ഇതിന്റെ കിലോമീറ്റർ 76,000. ആ കിലോമീറ്റർ ഒക്കെ പക്ക ജെനുവിൻ അല്ലേ? എല്ലാവർക്കും കണ്ട് ബോധ്യപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. വേണമെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം, കംപ്ലീറ്റ് എന്നിട്ട് എടുക്കാം അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്നാണെങ്കിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പ് വരെ അവൈലബിലിറ്റി. അപ്പൊ ചെക്ക് ചെയ്യുന്ന കാര്യമൊക്കെ നടക്കുമല്ലോ. അതാണ്. അല്ല, നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് പോയി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും. കേരളത്തിൽ എവിടെയാണെങ്കിലും. അടിപൊളി. പിന്നെ അതിന്റെ വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില 5.85 ആണ്. അതിൽ മാറ്റമൊന്നുമില്ല. 19 വണ്ടിയാ?
19,555 എന്ന് പറയുമ്പോൾ വലിയൊരു വില എന്ന് പറയാനില്ല അല്ലേ? നോർമൽ പ്രൈസ് ആണ്, അതും ഡീസൽ ആയതുകൊണ്ട്. പക്ഷെ ഫിനാൻസ് ഇട്ട് തന്നെ നമ്മൾ കൊടുക്കും അത്യാവശ്യം നല്ല രീതിയിൽ. നല്ല രീതിക്കല്ല, എനിക്ക് തോന്നുന്നു ഒരു 5.25 തന്നെ ഫിനാൻസ് കയറും അല്ലേ? നല്ല കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫുൾ ഇട്ട് കൊടുക്കും. കസ്റ്റമേഴ്സ് എല്ലാവരും നല്ലതാണ്, പക്ഷെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ അല്ലേ? ഓക്കെ, എന്തായാലും കൊള്ളാവുന്ന വണ്ടി കേട്ടോ, നിങ്ങൾ നോക്കിക്കോ. അടുത്തായിട്ടൊരു ലോ ബഡ്ജറ്റ് വണ്ടി കാണിച്ചു തരാം. ലോ ബഡ്ജറ്റ് വണ്ടി സാൻഡ്രോ ആണ്. സാൻഡ്രോ ഏതാ മോഡല്? സാൻഡ്രോ 2010 മോഡലാണ്. 10 ആണല്ലേ? സ്പോർട്സ് ആണ്, അടിപൊളി. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരില്ലേ? ഇത് കിലോമീറ്റർ ആണെങ്കിലോ? ഇത് 1 ലക്ഷത്തിനുള്ളിലേ ഓടിയിട്ടുള്ളൂ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി അത്? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലീൻ വണ്ടി. വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില 1.20 ആണ്. 1.20. അതൊന്ന് പേപ്പർ അടക്കമാണോ? 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ. അടിപൊളി. 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെയാണ് 1,20,000 രൂപ ഈ സാൻഡ്രോയ്ക്ക് വില വയ്ക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ. ഫിനാൻസ് പാടായിരിക്കും അല്ലേ? കുറച്ച്, എന്നാലും നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്തു കൊടുക്കാം അല്ലേ? മാക്സിമം ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടോ. സാൻഡ്രോ ഒക്കെ വേണ്ടവർ ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് കണ്ട് മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കും കേട്ടോ. അടുത്തായിട്ട് നല്ലൊരു ഐട്ടൺ കൂടി കാണിച്ചത്. ഐട്ടൺ ഇത് ഓട്ടോമാറ്റിക് അല്ലേ? അതായത് പഴയ മോഡൽ ഓട്ടോമാറ്റിക് ആണ്, വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഇത് മോഡൽ ഏതാ? ഇത് 2012 മോഡലാണ്. 12 അല്ലേ? 12 ആണെങ്കിൽ നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി? 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 72 ഒക്കെ ഏകദേശം ചെയ്യുന്നതായിരിക്കും അല്ലേ? 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതായത് സ്ത്രീകൾക്കൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു വണ്ടി കേട്ടോ. ജസ്റ്റ് ഇന്റീരിയർ കൂടെ ഒന്ന് കാണിച്ചിട്ട്. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് 80 വരും അല്ലേ? 80 വരുന്ന വണ്ടി കേട്ടോ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? പിന്നെ അലോയ് വീലും 4 ടയർ ഓൾമോസ്റ്റ് നല്ല പുതിയ ടയർ തന്നെയാണ്. ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ജെനുവിൻ ആയിട്ട് പറയാം. ഹിസ്റ്ററിയും കൊടുക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി ആയിരിക്കുമല്ലോ. പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇത് 2.20 ആണ് നമ്മൾ ചോദിക്കുന്നത്. 2.20 നെഗോഷ്യബിൾ ആവുമോ? കുറച്ച് കൊടുക്കാം. ഓക്കെ, 2.20 നിങ്ങൾക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിടിലൻ വണ്ടി അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2016 മോഡൽ. 16 മോഡൽ സ്വിഫ്റ്റ് ആണ് കേട്ടോ. 16 BXI ആണെന്ന് തോന്നുന്നു അല്ലേ? BXI ആണ്. 16 ഇത് കിലോമീറ്ററോ? ഇത് 73,000 കിലോമീറ്റർ. 73,000. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്, പക്ഷേ അകത്താണെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല സീറ്റ് കവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സീറ്റ് കവർ, നല്ല ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും BXI ആയതുകൊണ്ട്. പിന്നെ ഇപ്പോൾ അതിന്റെ വിലയും കൂടി കേൾക്കട്ടെ. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4.5 ആണ്, പക്ഷേ ഒരു മാക്സിമം 4.25 വരെ ഇട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. 4.25 എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് 4 രൂപ സുഖമായിട്ട് ലോണും കയറും അല്ലേ? 16 അല്ലേ? 16. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങളൊരു 10-25 രൂപയും കൊണ്ട് വരികയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വൃത്തിയുള്ളൊരു സ്വിഫ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ വാഗണർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 മോഡൽ. BXI അല്ലേ? ഇത് മാനുവൽ അല്ലേ? മാനുവൽ വണ്ടിയാണ്. BXI 18 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇതെന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇന്റീരിയറും അത്യാവശ്യം നല്ലൊരു വൃത്തിയാണ് കേട്ടോ. സീറ്റ് കവറും കവറിങ്ങുകളൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില നമ്മൾ ചോദിക്കുന്നത് 4.5 ആണ്. 4.5. അത് നെഗോഷ്യബിൾ ആവൂലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അതെ, 18 ആണല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിക്കോട്ടെ. 18 മോഡൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രൈസിൽ മാറ്റം വരുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് പറയും. അപ്പോൾ മാക്സിമം നെഗോഷ്യബിൾ ആയി കൊടുക്കണം കേട്ടോ. കൊടുക്കണം. അടിപൊളി. അതുപോലെ തന്നെ സോൾഡ് ആണ്. ഓക്കെ, ഇത് പറഞ്ഞോ. ഇതേതാ? ഇത് 2019 മോഡൽ. 19 ഗ്രാൻഡ് ഐറ്റൻ 19 സ്പോർട്സാ? സ്പോർട്സ് അല്ല, മാഗ്നയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ. വണ്ടി നല്ല നീറ്റാണ്. പിന്നെ അതായത് ഒരു ചെറിയ വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സാധനം കേട്ടോ. ബോഡി വൈസ് ഒക്കെ അടിപൊളിയാണ്. ഇന്റീരിയർ കൂടെ കാണിച്ചു തരാം. ഇന്റീരിയർ ലോക്കാണല്ലോ. ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കണേ. ഇത് അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 67 ഓടിയിട്ടുള്ളൂ. അടിപൊളി. 19 മോഡലുണ്ട് അല്ലേ? ന്യൂ ഷേപ്പാണ്. ഇത് ഞാൻ ഈ എല്ലാ വണ്ടിക്കും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചോദിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഉറപ്പായിട്ടും ഇല്ലാന്നോ? ഇല്ലാന്നല്ല, ഇവിടെ ഉള്ള വണ്ടിക്ക് ഒന്നിനും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി ഇതിപ്പോ വിലയോ? ഇതിന്റെ വില 4 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ. ഓക്കെ, അത് ഫുൾ ഓൺ തന്നെ കയറും അല്ലേ? എന്തായാലും 19 വണ്ടിയല്ലേ? ഓക്കെ, 4 ലക്ഷം രൂപയിൽ എന്തെങ്കിലും കുറയാനുണ്ടോ? 4 ലക്ഷം രൂപയിൽ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വരുമ്പോ ഒന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ വിടൂല അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും 4 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഐറ്റം വേണമെങ്കിൽ ഇതാ നല്ല വൃത്തിയുള്ളൊരു വണ്ടി നോക്കിക്കോട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3-4 വണ്ടികളും കൂടി കിടക്കുന്നുണ്ട്. ഈ 3-4 വണ്ടിയുടെയും കൂടി ഡീറ്റെയിൽ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് എല്ലാം അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, ഇതിപ്പോൾ ഏതാ മോഡൽ? i20 ഇത് 2012 മോഡലാണ്. 12 ഡീസലാ? 12 മോഡൽ ഡീസൽ വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ആസ്റ്റ തോന്നുന്നല്ലോ അല്ല, വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് നല്ല വൃത്തിയാട്ടോ ഈ ഒരു ഷേപ്പ് വണ്ടി കാണാൻ. കിലോമീറ്ററോ? 130. എന്തായാലും ഓടുമല്ലോ, കാരണം 12 വണ്ടിയാണ്. ഏകദേശം ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? പിന്നെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ, കാരണം ഫോട്ടോ എനിക്ക് കാണിക്കാൻ പറ്റില്ല ആ സൈഡിലൊന്നും.
വിലയാണെങ്കിലോ? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.25 ആണ്. 2.25. 2,25,000 രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി കൊണ്ടുപോകും അല്ലേ? 2.25 നമ്മൾ ഫുൾ ഫിനാൻസ് ഇട്ടു. അത് ചോദിക്കേണ്ട കാര്യമില്ല, ഫുൾ ഫിനാൻസ് കിട്ടും, എന്തായാലും കിട്ടും. 12 വണ്ടിയാണ് എങ്കിൽ പോലും നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ 10 ആണ്. LXi ആണ്. 10 LXi അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അകത്തുണ്ട് പുറത്തുണ്ട്. ഇത് പേപ്പറൊക്കെ പക്കയാണോ? അതെ, 70,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 70 ഓടിയിട്ടുള്ളൂ അല്ലേ? ഇതിന്റെ ഇന്റീരിയർ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണേ. പിന്നെ വിലയാണെങ്കിലോ? ഇത് 2.20. 1.20. ഞാൻ അതാ ആലോചിച്ചു, 2.20 എന്നൊക്കെ പറയുമ്പോഴേ ഏതാ വില എന്നറിയില്ലല്ലോ. അല്ല, ഇത് 2.25 പറഞ്ഞു വന്നപ്പോ ഞാൻ ഇത് 1.20. ഓക്കെ, 1,20,000 രൂപയ്ക്ക് അല്ലേ? 2010 വണ്ടി വിത്ത് പേപ്പർ, 5 ഇയർ പേപ്പർ. ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 മോഡൽ വണ്ടിയാണ്. 11 അല്ലേ? ഇതും LXi ആണ്. LXi 11 മോഡൽ LXi ആണ്. അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ. പിന്നെ LXi എന്ന് പറയുമ്പോൾ ബേസ് ആണ്, ബേസ് എന്ന് പറയാൻ പറ്റില്ല, 2 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുള്ളൂ എന്നേ ഉള്ളൂ. സീറ്റൊക്കെ അടിപൊളി അല്ലേ? 75,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. അടിപൊളി, വേറെ അപാധയൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയറൊക്കെ പുത്തൻ ടയറാട്ടോ കിടക്കുന്നത്. ഇത് വിലയാണെങ്കിലോ? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.4 ആണ്. 2,25,000 രൂപ. അത് നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാം. കുറച്ചൊക്കെ അതെ, മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഓൾറെഡി സോൾഡ് ആയതാ അല്ലേ? അപ്പോൾ ഇതാണെങ്കിലോ? ഇത് 2013 മോഡലാണ്. 13 അല്ലേ? 13 മോഡലാണ്. നല്ല വൃത്തിയുണ്ട് വണ്ടി, ഇതും കാണാൻ കുഴപ്പമൊന്നുമില്ല. സിൽവർ ഷെയ്ഡ് ആണ്. പിന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാ. 70,000 കിലോമീറ്റർ ആണ്. 70 ഓടിയിട്ടുള്ളൂ അല്ലേ? ആ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണല്ലോ അല്ലേ? നമുക്ക് ഇസ്തിരി ഒക്കെ എടുത്തു കൊടുക്കാൻ വേണമെങ്കിൽ 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി LXi എന്താ വില? 2.65. 13 വണ്ടി അല്ലേ? 2,60,000 രൂപയ്ക്ക് 13 വണ്ടി ഇത് കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2014 മോഡലാണ്. 14 VDI, അത് ZDI വണ്ടി കേട്ടോ. ഡീസലാണ്, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ഇതാട്ടോ, ഡിസയർ ആട്ടോ. ഡിസയർ ആണ്. പിന്നെ കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 1,16,000 കിലോമീറ്റർ നിലവിൽ ഈ വണ്ടി ഓടിയിട്ടുണ്ട് അല്ലേ? ഇതും വണ്ടി ലോക്കാട്ടോ. നിങ്ങൾ അതിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം എല്ലാവർക്കും. കിലോമീറ്റർ ഒക്കെ പക്കയാണല്ലോ അല്ലേ? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4.50 ആണ്. 4.5 ലക്ഷം രൂപ കുറയുമല്ലോ അല്ലേ? കുറയോന്ന് ചോദിച്ചാൽ കുറച്ചത്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നേ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ പോരാ, നല്ലോണം കുറയ്ക്കണം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ എന്തായാലും കുറച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒക്കെ അകം കാണാനും അതേപോലെ പുതിയ അപ്ഡേഷൻസിനൊക്കെ അമീൻ ഫ്ലൈ വീൽസ് എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതൊന്ന് കയറി കണ്ടാൽ അല്ലേ? ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, ഒന്ന് കയറി നോക്കിയാൽ മതി ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലൈ വീൽസിലെ ഈ ഒരു എപ്പിസോഡിലെ വാഹനങ്ങളൊക്കെ അടിപൊളിയല്ലേ? പറഞ്ഞ പോലെ കൊടുത്തിരിക്കണം കേട്ടോ, മാക്സിമം വില കുറച്ചിട്ട്. ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്തായാലും ഇവിടെ ഉള്ളൂ, അതെന്തായാലും ഗ്യാരണ്ടിയാണ്. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും പ്രിഫറൻസ് കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഒരാളോട് ഇവിടെ വന്ന് വണ്ടി എടുക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക, നിങ്ങൾക്ക് പറ്റിയൊരു കിടിലൻ വണ്ടി ഉണ്ടാവും. ഇവർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കുള്ളൂ. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും